ഒരു ലങ്സ് ആയിരുന്നു. നോക്കിയേ, ബ്ലാക്കിഷ് അല്ലേ, കുറച്ച് എന്താ ഡാർക്കൻ ആയിട്ടുള്ള ലങ്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡിസീസ് കണ്ടീഷനിലേക്ക് പോവാം. സോ COPD, ബേസിക്കലി COPDയുടെ ഏറ്റവും വലിയ ഈ ഡയമീറ്ററാണ് നമ്മൾ ആന്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറയുക. അതായത് ഈ കേസിൽ ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് ആയിട്ട് നമ്മുടെ ഒരു സൗദി പ്രോമെട്രിക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ഓർക്കേണ്ടത്, സൗദി പ്രോമെട്രിക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സാധാരണ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ശ്രദ്ധിച്ചിരിക്കുക, നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ 65-year-old chronic smoker presents with progressive dyspnea and a barrel-shaped chest. His lungs show loss of alveolar walls and enlargement of air spaces distal to the terminal bronchioles. What is a probable diagnosis of this patient? Option A, chronic bronchitis. Option B, emphysema. Option C, asthma. ഓപ്ഷൻ ഡി, ബ്രോങ്കെക്ടാസിസ് കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയേ. 65-year-old ആണ്, ക്രോണിക് സ്മോക്കർ ആണല്ലേ. എന്താണ് നോക്കിക്കേ, ക്രോണിക് സ്മോക്കർ ആണ്. പ്രസൻസ് എന്തൊക്കെ കംപ്ലൈൻസ് ആ പറയുന്നത്? പ്രോഗ്രസീവ് ഡിസ്നിയ. നമുക്കറിയാം ഡിസ്നിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് അല്ലേ. സോ അതിനാണ് ഡിസ്നിയ എന്ന് പറയുക. ആൻഡ് ബാരൽ ഷേപ്ഡ് ചെസ്റ്റ്, ഇതിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഈ ബാരൽ ഷേപ്ഡ് ചെസ്റ്റ് കേട്ടോ. സോ ഹിസ് ലങ്സ് ഷോസ് ലോസ് ഓഫ് ആൽവിയോളർ വാൾസ് കേട്ടോ. എന്താണ് ആൽവിയോളർ വാൾസിന് ഡിസ്ട്രക്ഷൻ സംഭവിച്ചിരിക്കുകയാണ്. ആൻഡ് എൻലാർജ്മെന്റ് ഓഫ് ദ എയർ സ്പേസസ് ഡിസ്റ്റൽ ടു ദ ടെർമിനൽ ബ്രോങ്ക്യൂൾസ്. ഈ ടെർമിനൽ ബ്രോങ്ക്യൂൾസിൽ ഈ എയർ സ്പേസസിന് എൻലാർജ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് എ പ്രോബബിൾ ഡയഗ്നോസിസ് ഓഫ് ദിസ് പേഷ്യന്റ്? അപ്പൊ നമുക്ക് ഓപ്ഷൻ നമ്മൾ കണ്ടു അല്ലേ. നമുക്ക് നോക്കാം. ഞാൻ ഒരു സാധാരണ നമ്മൾ പറയുന്ന പോലെ അല്ലെ ചെയ്യുന്ന പോലെ ഒരു അനിമേഷന്റെ സഹായത്തോടു കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ എന്താ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെ. നോക്കിക്കേ, റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പൊ നമുക്കറിയാം ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എന്താ മെയിൻ ആയിട്ട് വരിക? മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ലൈക്ക് ലങ്സ് വരുന്നുണ്ട് അല്ലെ. ലങ്സ് വരുന്നുണ്ട്, അതുകൂടാതെ നമ്മുടെ ഡയഫ്രോം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പം ആ എയർ ഇൻഹലേഷൻ നമുക്ക് ഇതിലേക്ക് കൂടെ കാണാം അല്ലെ. എയർ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം. ഈ ചെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈക്ക് ചെസ്റ്റ് ഈ ബോൺസിന് അല്ലെ, നമ്മുടെ ബോൺസ് അല്ലെങ്കിൽ റിപ്സിനെ നമുക്കൊന്ന് മാറ്റി നോക്കാം. സോ റിപ്സിനെ മാറ്റുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ലങ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും അല്ലെ. നോക്കിയേ, ലങ്സ് കണ്ട് ഇങ്ങനെ ഇരിക്കുക അല്ലെ. രണ്ട് വശത്ത് നമുക്ക് രണ്ട് ലങ്സ് ആണ് വരിക അല്ലെ. രണ്ട് ലങ്സ് ആണ് വരിക. സോ നമ്മുടെ ട്രക്കിയ ഇങ്ങനെ വന്നിട്ട് രണ്ട് ബ്രോങ്കൈ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അത് രണ്ട് ലങ്സിലേക്ക് പോകുന്നുണ്ടല്ലേ. നമുക്ക് അനാട്ടമി ഒത്തിരി പഠിക്കേണ്ട കാര്യമില്ല. നമുക്കിന്റെ ഡയഫ്രത്തിനെ ഒന്ന് റിമൂവ് ചെയ്യാം. സോ ഡയഫ്രം പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ലങ്സിനെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർത്തോണേ, ഇതൊരു നോർമൽ ലങ്സ് ആണ്. ഇതിന്റെ കളറൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. കാരണം നമ്മൾ ഡിസീസ് കണ്ടീഷനിൽ പറഞ്ഞ എന്തായിരുന്നു? ഒരു സ്മോക്കറിന്റെ ലങ്സ് ആണല്ലേ. സോ ഇനി നമ്മൾ ഈ സ്മോക്കറിന്റെ ലങ്സ് കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ഡിസീസ് കണ്ടീഷനൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇത് നമ്മുടെ വേറൊരു ലങ്സ് ആണ്, അതായത് വേറൊരു പേഷ്യന്റ് ലങ്സ് ആണ്. അപ്പൊ ഇതിന്റെ കളറൊക്കെ ഒന്ന് കണ്ടു നോക്കിയേ. സെയിം അതുപോലെ തന്നെ എയർ ഇൻഹേൽ ചെയ്യുന്നുണ്ട്, എയർ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഉള്ളിലേക്ക് വരുമ്പോൾ എന്താണ്? ലങ്സ് എക്സ്പാൻഡ് ചെയ്യും അല്ലെ. ഉള്ളിലേക്ക് വരുമ്പോൾ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. സോ ഇത് നമ്മുടെ ഇത് നമ്മുടെ റൈറ്റ് സൈഡിലെ ലങ്സ് ആണ്, ഇത് ലെഫ്റ്റ് സൈഡിലെ ലങ്സ് ആണ്. സോ എയർ വരുമ്പോഴത്തേക്ക് ലങ്സ് ചെറുതായിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടല്ലേ. ഇനി നമുക്ക് കുറച്ചുകൂടെ, അതായത് കൃത്യമായിട്ടൊരു ചെയിൻ സ്മോക്കറിന്റെ ഒരു ലങ്സ് കണ്ടാൽ നോക്കിയേ, ഇതാണ് ഒരു ചെയിൻ സ്മോക്കറിന്റെ ലങ്സ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യത്തെ ലങ്സ് കണ്ടത് ഓർമ്മയുണ്ടല്ലോ അല്ലെ. കുറച്ച് റെഡിഷ് ആയിട്ടുള്ള ഒരു ലങ്സ് ആയിരുന്നു. നോക്കിയേ, ബ്ലാക്കിഷ് അല്ലേ, കുറച്ച് എന്താ ഡാർക്കൻ ആയിട്ടുള്ള ലങ്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡിസീസ് കണ്ടീഷനിലേക്ക് പോവാം. സോ COPD, ബേസിക്കലി COPDയുടെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? സ്മോക്കിംഗ് അല്ലെ. സ്മോക്കിംഗ് ആണ് COPDയുടെ റിസ്ക് ഫാക്ടർ എന്ന് പറയുക. അപ്പോ COPDയുടെ രണ്ട് കണ്ടീഷൻസ് വരുന്നുണ്ട്. ഒന്ന് ക്രോണിക് ബ്രോങ്കൈറ്റിസും, രണ്ടാമത്തേത് എംഫൈസീമയും. അപ്പൊ നമുക്ക് ആദ്യം ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ഇത് നമ്മുടെ ഒരു ബ്രോങ്കൈ ആണല്ലേ. ബ്രോങ്കൈ അല്ലെങ്കിൽ നമ്മൾ ബ്രോങ്കിയോൾസ് എന്നൊക്കെ പറയും. സോ അത് എൻഡ് ചെയ്യുന്നത് ആൽവിയോളയിലാണ്. ഇതാണ് ആൽവിയോളയിലാണ് ശരിക്കും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അല്ലേ. അപ്പൊ നോക്കിയേ, ഈ സപ്പോസ് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രോങ്കൈ അല്ലേ. ഈ ബ്രോങ്കൈ, ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ എന്താണ്? ബ്രോങ്കൈ കേട്ടോ. ഇതാണ് എന്താ? ബ്രോങ്കൈ. അപ്പൊ ബ്രോങ്കൈയിൽ നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ ഒരു ബ്രോങ്കയുടെ ആ ഒരു തിക്നെസ്, ഈ ഒരു തിക്നെസ് നേരത്തെ ഇല്ലായിരുന്നു അല്ലേ. സോ ഇൻഫ്ലമേഷൻ വരുമ്പോഴത്തേക്ക് അവിടെ എന്താണ്? അവിടെ നീര് വെക്കുന്നു, അല്ലെങ്കിൽ അവിടെ നീർക്കെട്ട് വരുന്നു. നീർക്കെട്ട് വന്നിട്ട് ഈ ബ്രോങ്കിയോൾസ് അല്ലെ, ഇതിന്റെ തിക്നെസ് കൂടുന്നു. ഇതിന്റെ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ തിക്നെസ് കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ പതിയെ നാരോ ആയി പോകും അല്ലെ. നാരോ ആയി കഴിഞ്ഞാൽ ഈ നമ്മുടെ ആൽവിയോളയിലേക്ക് പ്രോപ്പർ ആയിട്ട് എയർ ചെല്ലാതെ വരും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അതിനാണ് നമ്മൾ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുക കേട്ടോ. എന്താണ് ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുക? എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫ്ലമേഷൻ
ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രോങ്കയിലെ ഈ ബ്രോങ്കയുടെ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ എന്ത് പറയുക ബ്രോങ്കൈറ്റിസ് എന്ന് പറയുക. സോ നമ്മൾ ബ്രോങ്കൈറ്റിസ് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശ്രദ്ധിച്ചോണേ, ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ എംഫൈസീമ കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ എംഫൈസീമയാണ്. നമുക്ക് നോക്കാം എന്താണ് എംഫൈസീമ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ലങ് ആൽവിയോള അല്ലേ, ആൽവിയോളയാണ് ഫങ്ഷണൽ യൂണിറ്റ്, അവിടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. അപ്പൊ നോക്കിയാൽ ഇതാണ് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ആൽവിയോളെ നമ്മൾ നേരത്തെ കണ്ടു വെച്ചാൽ ഇതെല്ലാം ഓരോരോ, അതായത് നമ്മുടെ മുന്തിരി അല്ലെങ്കിൽ നമ്മുടെ ഗ്രേപ്സ് പോലെ ഇരിക്കും, നോക്കിക്ക് ഇതുപോലെ ഇരിക്കും. ഇതാണ് നമ്മുടെ ശരിക്കും നോർമൽ ആയിട്ടുള്ള ഒരു ആൽവിയോള എന്ന് പറയുക. സോ നോക്കിയേ ഇവിടെ എന്താണ് എംഫൈസീമയില് എന്താ സംഭവിക്കുക, ഈ നമ്മൾ സാധാരണ പറയുക എംഫൈസീമയില് ക്രോണിക് അബ്നോർമൽ പെർമനന്റ് ഡയലറ്റേഷൻ ഓഫ് ദ ലങ് ആൽവിയോളെ അല്ലെ, അതായത് ഡയലറ്റേഷൻ അല്ലെ ഡയലേഷൻ ഓഫ് ദ എന്താണ് ഡയലേഷൻ ഓഫ് ദ ലങ് ആൽവിയോളെ അല്ലെ, ലങ് ആൽവിയോളെ. അതുകൂടാതെ അവിടെ ഡയലേഷൻ ഉണ്ടാകുന്നു. അതുകൂടാതെ ഓരോ ആൽവിയോളെ, ഇപ്പൊ ഇതൊരു ആൽവിയോളയാണ്, ഇതൊരു ആൽവിയോളയാണ്, ഇതൊരു ആൽവിയോളയാണ്, ഇത് തമ്മിലുള്ള ഈ ആൽവിയോളെ തമ്മിലുള്ള ഈ സെൽസിന് അല്ലെങ്കിൽ ആ ഡിമാർക്കേഷൻ വരുന്നിടത്ത് ഡിസ്ട്രക്ഷൻ വന്നിട്ട് അതെല്ലാം കൂടെ നോക്കിയേ ഒരൊറ്റ സ്ട്രക്ചർ പോലെ നമുക്ക് തോന്നുന്നു അല്ലെ. സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഇതിനാണ് നമ്മൾ എംഫൈസീമ എന്ന് പറയുക. ക്ലിയർ. സോ നമുക്ക് ബ്രോങ്കൈറ്റിസ് നമ്മൾ കണ്ടു, എന്താണ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രോങ്കൈ. നമ്മൾ എംഫൈസീമ കണ്ടു, അബ്നോർമൽ ഡയലറ്റേഷൻ ഓഫ് ദ ലങ് ആൽവിയോളെ അല്ലെ. സോ ഇതാണ് ഈ കുറെ ആൽവിയോളെ ഉള്ളത്, ഇതുപോലെ കുറെ ആൽവിയോളെ ഉള്ളത് നോക്കിക്ക് ഈ ഒറ്റ സ്ട്രക്ചർ ആയിട്ട് അല്ലെ, അതിന്റെ മാർക്കിങ്സ് അല്ലെങ്കിൽ അതിന്റെ ബോർഡേഴ്സ് ഒക്കെ പോയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയിട്ട് ഒറ്റ ഒരു സ്ട്രക്ചർ പോലെ ഇരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുക എംഫൈസീമ എന്ന് പറയുക. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരികെ വരാം. ക്ലിയർ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ട ഒരു ടെർമിനോളജി കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു? ബാരൽ ചെസ്റ്റ്. ഞാൻ പറഞ്ഞു അല്ലെ, ബാരൽ ചെസ്റ്റ് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. സോ നമുക്ക് അതിന് മുന്നേ എങ്ങനെയാണ് നമ്മുടെ നോർമൽ ചെസ്റ്റ് നോക്കാം. നോക്കിക്കേ, നോർമൽ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡയമീറ്റർ ആണ് നമ്മൾ പറയാം കേട്ടോ. ഒന്ന് എന്താണ് ഈ ആന്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ കേട്ടോ. അതായത് ആന്റീരിയോ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിന്റെ ഫ്രണ്ടിൽ മുതൽ അല്ലെങ്കിൽ മുന്നിൽ മുതൽ ചെസ്റ്റിന്റെ ബാക്ക് വരെയുള്ള ഈ ഒരു ഡയമീറ്ററാണ് നമ്മൾ എന്ത് പറയുക, ഈ ഡയമീറ്ററാണ് നമ്മൾ ആന്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറയുക. അതായത് ഈ കേസിൽ ഈ ഒരു ഡയമീറ്റർ ആണ് എന്താണ് ആന്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറയുക. വേറൊരു ഡയമീറ്റർ ഉണ്ട്, അത് നമ്മൾ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്ന് പറയുന്നത്. വെച്ചാൽ ഈ സൈഡ് ടു സൈഡ് ഡയമീറ്റർ കേട്ടോ. ഈ സൈഡ് ടു സൈഡ് ഡയമീറ്റർ ആണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്ന് പറയുക. അപ്പൊ നമുക്കറിയാം നോർമലി ഈ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ആണ് കൂടി നിൽക്കുക അല്ലെ, കൂടി നിൽക്കുക ദാൻ ആന്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ അല്ലെ. ഈ ആന്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്ററിനെക്കാളും കൂടിയിട്ടാണ് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ നിൽക്കുക. അതാണ് നോർമൽ ചെസ്റ്റ്. ഇനി നോക്കിയാൽ ബാരൽ ചെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ആന്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ അല്ലെങ്കിൽ ഈ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കുള്ള ഈ ഒരു ഡയമീറ്റർ നോക്കിക്കേ, ഈ ഡയമീറ്റർ കൂടിയിട്ടാ നിൽക്കുക. ഒന്നുകിൽ അത് ഈക്വൽ ആയിരിക്കും ട്രാൻസ്വേഴ്സ് ഡയമീറ്ററിന്, അല്ലെങ്കിൽ ഈ ട്രാൻസ്വേഴ്സ് ഡയമീറ്ററിനെക്കാളും കൂടിയിട്ടായിരിക്കും ആന്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ നിൽക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുക ബാരൽ ചെസ്റ്റ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുക? ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അബ്നോർമൽ ഡയലേഷൻ ഓഫ് ദ ലങ് ആൽവിയോളെ അല്ലെ. ഇതുപോലെ ഓരോരോ ആൽവിയോളയും വല്ലാണ്ട് ഇങ്ങനെ വികസിക്കുമ്പോൾ എന്താണ് നമ്മുടെ ചെസ്റ്റിൽ ഒരുപാട് എയർ നിൽക്കുന്ന പോലെ തോന്നും. അതിനാണ് നമ്മൾ എന്ത് പറയുക, അതിനാണ് നമ്മൾ ബാരൽ ചെസ്റ്റ് കേട്ടോ. അതിനാണ് നമ്മൾ ബാരൽ ചെസ്റ്റ് എന്ന് പറയുക. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം എന്താണ് നമ്മുടെ ആൻസർ എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ. അപ്പം എംഫൈസീമ എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് characterized by irreversible കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, irreversible enlargement of the air spaces distal to the terminal bronchioles accompanied by destruction of the alveolar walls കേട്ടോ. alveolar walls എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് സിഗ്നിഫിക്കന്റ് ഫൈബ്രോസിസ് കേട്ടോ. അവിടെ തിക്കനിങ് ഓഫ് ദ സെൽസ്, തിക്കനിങ് ഓഫ് ദ ആൽവിയോള ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷേ എന്താ ആൽവിയോളർ വാൾസിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഇതിനാണ് നമ്മൾ എംഫൈസീമ എന്ന് പറയുക. സോ ഇതിന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് എന്തായിരിക്കും? എൻലാർജ്ഡ് എയർ സ്പേസസ് എന്ന് വെച്ചാൽ ആൽവിയോളയുടെ സ്പേസസ് അല്ലെങ്കിൽ ആൽവിയോള എന്ത് ചെയ്യുന്നു, വല്ലാണ്ട് അങ്ങോട്ട് എൻലാർജ് ചെയ്ത് വരുന്നു. കൂടാതെ തിൻ സെപ്റ്റ എന്ന് പറഞ്ഞാൽ ഓരോ ആൽവിയോളെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ സെപ്റ്റ എന്ന് പറയുക. ആ സെപ്റ്റ ഒന്നുകിൽ തിന്നായി പോകുന്നു അല്ലെങ്കിൽ അത് ഫ്യൂസ് ആയി പോകുന്നു. കൂടാതെ ലോസ് ഓഫ് ആൽവിയോളാർ വാൾസ് കേട്ടോ, ആൽവിയോളാർ വാൾസ് ഡിസ്ട്രക്ഷൻ, ആൽവിയോളാർ വാൾസിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ബേസിക്കലി നമ്മുടെ എംഫൈസീമയുടെ ഫൈൻഡിങ്സ് ആയിട്ട് വരിക. ഇനി നോക്കിയേ നമ്മുടെ ആൻസർ എന്താണ്, അതായത് പേഷ്യന്റിന് പ്രോഗ്രസീവ് ഡിസ്നിയ, ബാരൽ ഷേപ്ഡ് ചെസ്റ്റ് ആണ്, ക്രോണിക് സ്മോക്കർ ആണ്, നമ്മൾ ലങ്സ് കണ്ടതാണ്, ക്രോണിക് സ്മോക്കറിന്റെ ലങ്സ് നമ്മൾ കണ്ടതാണ്. കൂടാതെ ലോസ് ഓഫ് ആൽവിയോളാർ വാൾസ് ഉണ്ട്, എൻലാർജ്മെന്റ് ഓഫ് ദ എയർ സ്പേസസ് ഡിസ്റ്റൽ ടു ടെർമിനൽ ബ്രോങ്കിയോൾസ് അല്ലെ. അപ്പം ഇവിടുത്തെ പ്രോബബിൾ ഡയഗ്നോസിസ് എന്തായിട്ടാ വരിക? യെസ്, ഓപ്ഷൻ ബി ആണ് എംഫൈസീമ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തിയില്ലേ. അപ്പൊ ഇതുപോലെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, നന്നായിട്ട് പഠിക്കുക. GCC എക്സാംസ് ഏത് തന്നെ ആയിക്കോട്ടെ, എല്ലാത്തിനും കോച്ചിങ് നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക്
എത്തിപ്പെടേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക കേട്ടോ. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. നെക്സ്റ്റ് ഡേ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.